യൂത്ത് ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിൻ്റെ ഒരു ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകളിലുള്ള അവ്യക്തതയെ സംബന്ധിച്ചും കൺഫ്യൂഷനെ സംബന്ധിച്ചും ഇന്നലെ നടത്തിയ അഭിപ്രായ പ്രകടനം അതീവ ഗൗരവമുള്ളതാണ്. കത്തുവയിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലിക അതിക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പണപ്പിരിവ് പള്ളികളിൽ നിന്ന് വരെ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്നുള്ളത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാര് വ്യക്തമാക്കണം. എത്ര രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകിയത്? അതെങ്ങനെയാണ് നൽകിയത്? നേരിട്ട് പണമായിട്ടാണോ നൽകിയത്? അതല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണോ ചെയ്തത്? നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നമുക്കറിയാം 20,000 രൂപയാണ് ക്യാഷായിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുക. അതിനപ്പുറം വരുന്ന സംഖ്യകൾ ബാങ്ക് മുഖേനയാണ് നൽകുക. അങ്ങനെയെങ്കിൽ ഏത് ബാങ്ക് മുഖേന, ഏത് അക്കൗണ്ടിൽ നിന്ന് കത്തുവയിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് പണം നൽകി എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം. കേസ് നടത്താനാണ് പണം നൽകിയതെങ്കിൽ ഏത് വക്കീലിനാണ് പണം കൊടുത്തത്? എത്ര രൂപയാണ് കൊടുത്തത്? ബൈ ഹാൻഡ് ആയിട്ടാണോ പണം കൊടുത്തത്? അതല്ല, ചെക്ക് മുഖാന്തരമാണോ വക്കീലിന് പണം നൽകിയത്? ഇത്യാദി കാര്യങ്ങൾ ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ കൗൺസിലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് റെസീറ്റ് പോലുമില്ലാതെ പള്ളികളിൽ വെച്ചാണ്. അതുകൊണ്ട് അതിന്റെ കണക്ക് ജനങ്ങളോട് പറയാൻ ലീഗും യൂത്ത് ലീഗും ബാധ്യസ്ഥരാണ്. കുറച്ചു കാലമായി മുസ്ലിം ലീഗിൽ ഏതൊരാവശ്യത്തിന് വേണ്ടി പിരിക്കുന്ന പണമാണോ ആ പണം ആ കാര്യത്തിന് ഉപയോഗിക്കാതെ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത് സുനാമി ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഞാൻ തന്നെ ഉയർത്തിയ ചില സംശയങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് മുസ്ലിം ലീഗിന്റെ കൗൺസിലിൽ ഞാൻ പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. ലീഗോ യൂത്ത് ലീഗോ ഒരു കാര്യത്തിന് വേണ്ടി പണം പിരിച്ചാൽ ആ കാര്യത്തിനായിരിക്കണം അത് ചെലവഴിക്കുന്നത്. പണം പിരിച്ചെടുത്ത് അതിൻ്റെ കണക്ക് പറയാനും ചെലവാക്കിയതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാനും കഴിയുന്നില്ലെങ്കിൽ പാർട്ടി മേലിൽ പണപ്പിരിവ് നടത്തരുത്, ഇത്യാദി കാര്യങ്ങളിൽ ഇടപെടരുത്.
ഇടപെട്ടില്ല എന്ന് കരുതി ആരും നമ്മളോടൊന്നും ചോദിക്കില്ല. കത്തുവയിലെ പെൺകുട്ടിക്ക്, ആ കുട്ടിയുടെ കുടുംബത്തിന് എന്തേ നിങ്ങൾ പണം കൊടുത്തില്ല എന്ന് ആരും ചോദിക്കില്ല. പക്ഷേ അതിനുവേണ്ടി പണം പിരിച്ചെടുത്ത് അത് ശരിയാം വിധം നൽകിയില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സ്ഥിതി ഉണ്ടാകും. ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഏതൊക്കെ ശാഖകളിൽ നിന്ന് എത്ര പണം വെച്ച് കിട്ടി? സാധാരണ രീതിയിൽ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ മുഖപത്രങ്ങളിൽ മൊത്തം പിരിഞ്ഞു കിട്ടിയ തുകയെ സംബന്ധിച്ച് കണക്കുകൾ ഉണ്ടാകും. അത് ചെലവാക്കിയതിനെ സംബന്ധിച്ച കണക്കും പ്രസിദ്ധീകരിക്കും. ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ പണപ്പിരിവുമായി ബന്ധപ്പെട്ട്, അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഇത്യാദി മര്യാദകളൊന്നും, ജനാധിപത്യ മര്യാദകളൊന്നും പാലിക്കപ്പെടാറില്ല. ഇത് ലീഗിന്റെ ക്രെഡിബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിത് വെമുല എന്ന് പറയുന്ന ഹൈദരാബാദ് സർവകലാശാലയിൽ മരണപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥിക്ക് സഹായം നൽകുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിരുന്നു, അതല്ലെങ്കിൽ ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് എത്ര പണം നൽകി? എന്നാണ് നൽകിയത്? ഏത് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത്? ഇതിന്റെ വിശദ വിവരങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നടന്നില്ല. പരാതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു എന്ന് മൊയ്ൻ അലി തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കാര്യം യൂത്ത് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചോ? MSF നേതൃത്വത്തോട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചോ? ഈ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ലീഗ് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുന്നു എന്നുള്ള ആക്ഷേപം ശക്തിപ്പെടുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അവർ പിരിച്ച പണത്തിന്റെ കണക്ക് അവർ പറയണ്ട. പകരം ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള തന്റെ തീരുമാനത്തെ അവർ അംഗീകരിക്കണം. അവരതിനെ പിന്തുണക്കണം. ഇതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും യൂത്ത് ലീഗ് നേതൃത്വവും തമ്മിൽ, MSFന്റെ നേതൃത്വങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധമായി ഒരക്ഷരം പറയാൻ മുസ്ലിം യൂത്ത് ലീഗോ MSFോ തയ്യാറാകാത്തത്. അവർക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയിട്ടുണ്ട്. പലരെയും മാറ്റും, പലരെയും പുതിയതായിട്ട് കൊണ്ടുവരും, സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയാതെ മുൻനിര നേതാക്കൾ മാറി നിൽക്കുമ്പോഴാണ് മൊയ്ൻ അലി തങ്ങൾ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം തന്നെ വേണം. കാരണം ഇത് ഇനി ലീഗ് പതിവാക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തിയാൽ അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്ന ധിക്കാരം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ബന്ധപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം,
അന്വേഷണ ഏജൻസികൾക്ക് അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പരാതികൾ നൽകും എന്നാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മൊഴീൻ അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരു ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകളിലുള്ള അവ്യക്തതയെ സംബന്ധിച്ചും കൺഫ്യൂഷനെ സംബന്ധിച്ചും ഇന്നലെ നടത്തിയ അഭിപ്രായ പ്രകടനം അതീവ ഗൗരവമുള്ളതാണ്. കത്തുവയിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലിക അതിക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പണപ്പിരിവ് പള്ളികളിൽ നിന്ന് വരെ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്നുള്ളത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാര് വ്യക്തമാക്കണം. എത്ര രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകിയത്? അതെങ്ങനെയാണ് നൽകിയത്? നേരിട്ട് പണമായിട്ടാണോ നൽകിയത്? അതല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണോ ചെയ്തത്? നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നമുക്കറിയാം 20,000 രൂപയാണ് ക്യാഷായിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുക. അതിനപ്പുറം വരുന്ന സംഖ്യകൾ ബാങ്ക് മുഖേനയാണ് നൽകുക. അങ്ങനെയെങ്കിൽ ഏത് ബാങ്ക് മുഖേന, ഏത് അക്കൗണ്ടിൽ നിന്ന് കത്തുവയിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് പണം നൽകി എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം. കേസ് നടത്താനാണ് പണം നൽകിയതെങ്കിൽ ഏത് വക്കീലിനാണ് പണം കൊടുത്തത്? എത്ര രൂപയാണ് കൊടുത്തത്? ബൈ ഹാൻഡ് ആയിട്ടാണോ പണം കൊടുത്തത്? അതല്ല, ചെക്ക് മുഖാന്തരമാണോ വക്കീലിന് പണം നൽകിയത്? ഇത്യാദി കാര്യങ്ങൾ ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ കൗൺസിലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് റെസീറ്റ് പോലുമില്ലാതെ പള്ളികളിൽ വെച്ചാണ്. അതുകൊണ്ട് അതിന്റെ കണക്ക് ജനങ്ങളോട് പറയാൻ ലീഗും യൂത്ത് ലീഗും ബാധ്യസ്ഥരാണ്. കുറച്ചു കാലമായി മുസ്ലിം ലീഗിൽ ഏതൊരാവശ്യത്തിന് വേണ്ടി പിരിക്കുന്ന പണമാണോ ആ പണം ആ കാര്യത്തിന് ഉപയോഗിക്കാതെ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത് സുനാമി ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഞാൻ തന്നെ ഉയർത്തിയ ചില സംശയങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് മുസ്ലിം ലീഗിന്റെ കൗൺസിലിൽ ഞാൻ പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. ലീഗോ യൂത്ത് ലീഗോ ഒരു കാര്യത്തിന് വേണ്ടി പണം പിരിച്ചാൽ ആ കാര്യത്തിനായിരിക്കണം അത് ചെലവഴിക്കുന്നത്. പണം പിരിച്ചെടുത്ത് അതിന്റെ കണക്ക് പറയാനും
ചെലവാക്കിയതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാനും കഴിയുന്നില്ലെങ്കിൽ പാർട്ടി മേലിൽ പണപ്പിരിവ് നടത്തരുത്, ഇത്യാദി കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെട്ടില്ല എന്ന് കരുതി ആരും നമ്മളോടൊന്നും ചോദിക്കില്ല. കത്തുവയിലെ പെൺകുട്ടിക്ക്, ആ കുട്ടിയുടെ കുടുംബത്തിന് എന്തേ നിങ്ങൾ പണം കൊടുത്തില്ല എന്ന് ആരും ചോദിക്കില്ല. പക്ഷേ അതിനുവേണ്ടി പണം പിരിച്ചെടുത്ത് അത് ശരിയാം വിധം നൽകിയില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സ്ഥിതി ഉണ്ടാകും. ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഏതൊക്കെ ശാഖകളിൽ നിന്ന് എത്ര പണം വെച്ച് കിട്ടി? സാധാരണ രീതിയിൽ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ മുഖപത്രങ്ങളിൽ മൊത്തം പിരിഞ്ഞു കിട്ടിയ തുകയെ സംബന്ധിച്ച് കണക്കുകൾ ഉണ്ടാകും. അത് ചെലവാക്കിയതിനെ സംബന്ധിച്ച കണക്കും പ്രസിദ്ധീകരിക്കും. ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ പണപ്പിരിവുമായി ബന്ധപ്പെട്ട്, അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഇത്യാദി മര്യാദകളൊന്നും, ജനാധിപത്യ മര്യാദകളൊന്നും പാലിക്കപ്പെടാറില്ല. ഇത് ലീഗിന്റെ ക്രെഡിബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിത് വെമുല എന്ന് പറയുന്ന ഹൈദരാബാദ് സർവകലാശാലയിൽ മരണപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥിക്ക് സഹായം നൽകുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിരുന്നു, അതല്ലെങ്കിൽ ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് എത്ര പണം നൽകി? എന്നാണ് നൽകിയത്? ഏത് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത്? ഇതിന്റെ വിശദ വിവരങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ മകൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നടന്നില്ല. പരാതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു എന്ന് മൊയ്ൻ അലി തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കാര്യം യൂത്ത് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചോ? MSF നേതൃത്വത്തോട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചോ? ഈ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ലീഗ് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുന്നു എന്നുള്ള ആക്ഷേപം ശക്തിപ്പെടുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അവര് പിരിച്ച പണത്തിന്റെ കണക്ക് അവർ പറയണ്ട. പകരം ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള തന്റെ തീരുമാനത്തെ അവർ അംഗീകരിക്കണം. അവരതിനെ പിന്തുണക്കണം. ഇതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും യൂത്ത് ലീഗ് നേതൃത്വവും തമ്മിൽ, MSFന്റെ നേതൃത്വങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധമായി ഒരക്ഷരം പറയാൻ മുസ്ലിം യൂത്ത് ലീഗോ MSFോ തയ്യാറാകാത്തത്. അവർക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയിട്ടുണ്ട്. പലരെയും മാറ്റും, പലരെയും പുതിയതായിട്ട് കൊണ്ടുവരും, സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയാതെ മുൻനിര നേതാക്കൾ മാറി നിൽക്കുമ്പോഴാണ് മൊയ്ൻ അലി തങ്ങൾ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം തന്നെ വേണം. കാരണം ഇത് ഇനി ലീഗ് പതിവാക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തിയാൽ അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല.
എന്ന ധിക്കാരം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ബന്ധപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അന്വേഷണ ഏജൻസികൾക്ക് അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പരാതികൾ നൽകും എന്നാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മൊഴീൻ അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരു ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകളിലുള്ള അവ്യക്തതയെ സംബന്ധിച്ചും കൺഫ്യൂഷനെ സംബന്ധിച്ചും ഇന്നലെ നടത്തിയ അഭിപ്രായ പ്രകടനം അതീവ ഗൗരവമുള്ളതാണ്. കത്തുവയിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലിക അതിക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പണപ്പിരിവ് പള്ളികളിൽ നിന്ന് വരെ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്നുള്ളത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാര് വ്യക്തമാക്കണം. എത്ര രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകിയത്? അതെങ്ങനെയാണ് നൽകിയത്? നേരിട്ട് പണമായിട്ടാണോ നൽകിയത്? അതല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണോ ചെയ്തത്? നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നമുക്കറിയാം 20,000 രൂപയാണ് ക്യാഷായിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുക. അതിനപ്പുറം വരുന്ന സംഖ്യകൾ ബാങ്ക് മുഖേനയാണ് നൽകുക. അങ്ങനെയെങ്കിൽ ഏത് ബാങ്ക് മുഖേന, ഏത് അക്കൗണ്ടിൽ നിന്ന് കത്തുവയിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് പണം നൽകി എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം. കേസ് നടത്താനാണ് പണം നൽകിയതെങ്കിൽ ഏത് വക്കീലിനാണ് പണം കൊടുത്തത്? എത്ര രൂപയാണ് കൊടുത്തത്? ബൈ ഹാൻഡ് ആയിട്ടാണോ പണം കൊടുത്തത്? അതല്ല, ചെക്ക് മുഖാന്തരമാണോ വക്കീലിന് പണം നൽകിയത്? ഇത്യാദി കാര്യങ്ങൾ ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ കൗൺസിലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് റെസീറ്റ് പോലുമില്ലാതെ പള്ളികളിൽ വെച്ചാണ്. അതുകൊണ്ട് അതിന്റെ കണക്ക് ജനങ്ങളോട് പറയാൻ ലീഗും യൂത്ത് ലീഗും ബാധ്യസ്ഥരാണ്. കുറച്ചു കാലമായി മുസ്ലിം ലീഗിൽ ഏതൊരാവശ്യത്തിന് വേണ്ടി പിരിക്കുന്ന പണമാണോ ആ പണം ആ കാര്യത്തിന് ഉപയോഗിക്കാതെ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത് സുനാമി ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഞാൻ തന്നെ ഉയർത്തിയ ചില സംശയങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് മുസ്ലിം ലീഗിന്റെ കൗൺസിലിൽ ഞാൻ പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്.
ലീഗോ യൂത്ത് ലീഗോ ഒരു കാര്യത്തിന് വേണ്ടി പണം പിരിച്ചാൽ ആ കാര്യത്തിനായിരിക്കണം അത് ചെലവഴിക്കുന്നത്. പണം പിരിച്ചെടുത്ത് അതിൻ്റെ കണക്ക് പറയാനും ചെലവാക്കിയതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാനും കഴിയുന്നില്ലെങ്കിൽ പാർട്ടി മേലിൽ പണപ്പിരിവ് നടത്തരുത്, ഇത്യാദി കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെട്ടില്ല എന്ന് കരുതി ആരും നമ്മളോടൊന്നും ചോദിക്കില്ല. കത്തുവയിലെ പെൺകുട്ടിക്ക്, ആ കുട്ടിയുടെ കുടുംബത്തിന് എന്തേ നിങ്ങൾ പണം കൊടുത്തില്ല എന്ന് ആരും ചോദിക്കില്ല. പക്ഷേ അതിനുവേണ്ടി പണം പിരിച്ചെടുത്ത് അത് ശരിയാം വിധം നൽകിയില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സ്ഥിതി ഉണ്ടാകും. ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഏതൊക്കെ ശാഖകളിൽ നിന്ന് എത്ര പണം വെച്ച് കിട്ടി? സാധാരണ രീതിയിൽ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ മുഖപത്രങ്ങളിൽ മൊത്തം പിരിഞ്ഞു കിട്ടിയ തുകയെ സംബന്ധിച്ച് കണക്കുകൾ ഉണ്ടാകും. അത് ചെലവാക്കിയതിനെ സംബന്ധിച്ച കണക്കും പ്രസിദ്ധീകരിക്കും. ലീഗിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഇത്യാദി മര്യാദകളൊന്നും, ജനാധിപത്യ മര്യാദകളൊന്നും പാലിക്കപ്പെടാറില്ല. ഇത് ലീഗിന്റെ ക്രെഡിബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിത് വെമുല എന്ന് പറയുന്ന ഹൈദരാബാദ് സർവകലാശാലയിൽ മരണപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥിക്ക് സഹായം നൽകുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിരുന്നു, അതല്ലെങ്കിൽ ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് എത്ര പണം നൽകി? എന്നാണ് നൽകിയത്? ഏത് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത്? ഇതിന്റെ വിശദ വിവരങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ മകൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നടന്നില്ല. പരാതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു എന്ന് മൊയ്ൻ അലി തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കാര്യം യൂത്ത് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചോ? MSF നേതൃത്വത്തോട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചോ? ഈ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ലീഗ് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുന്നു എന്നുള്ള ആക്ഷേപം ശക്തിപ്പെടുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് യൂത്ത് ലീഗിന്റെയും MSFന്റെയും നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അവര് പിരിച്ച പണത്തിന്റെ കണക്ക് അവർ പറയണ്ട. പകരം ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള തന്റെ തീരുമാനത്തെ അവർ അംഗീകരിക്കണം, അവരതിനെ പിന്തുണക്കണം. ഇതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും യൂത്ത് ലീഗ് നേതൃത്വവും തമ്മിൽ, MSFന്റെ നേതൃത്വങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധമായി ഒരക്ഷരം പറയാൻ മുസ്ലിം യൂത്ത് ലീഗോ MSFോ തയ്യാറാകാത്തത്. അവർക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയിട്ടുണ്ട്. പലരെയും മാറ്റും, പലരെയും പുതിയതായിട്ട് കൊണ്ടുവരും, സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയാതെ മുൻനിര നേതാക്കൾ മാറി നിൽക്കുമ്പോഴാണ് മൊയ്ൻ അലി തങ്ങൾ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം തന്നെ വേണം.
കാരണം ഇത് ഇനി ലീഗ് പതിവാക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തിയാൽ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്ന ധിക്കാരം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ബന്ധപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അന്വേഷണ ഏജൻസികൾക്ക് അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പരാതികൾ നൽകും എന്നാണ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.